നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാകും. എന്നാൽ സമീപകാലത്ത് അതാരാണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് പിണറായി വിജയൻ തന്നെയാണ്. തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പിണറായി വിജയനോളം നന്നായി അറിയാവുന്ന രാഷ്ട്രീയക്കാരൻ വേറെ ഇല്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. VS അച്യുതാനന്ദൻ മുതൽ തുടങ്ങിയ വെട്ടിനിരത്തലുകൾ പിണറായി വിജയൻ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പറഞ്ഞു വരുന്നത് വടകര ലോക്സഭാ സീറ്റിൽ നടക്കുന്ന ചില ചർച്ചകളാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്നും തൻ്റെ കണ്ണിലെ കരടായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജ. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാർ നിലവിൽ വരുന്നതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി നിയമസഭയിലേക്ക് എത്തിയത് KK ശൈലജയായിരുന്നു. KK ശൈലജ മുഖ്യമന്ത്രി പോലും ആകും എന്നായിരുന്നു അന്ന് പൊതുവെ കേട്ടിരുന്ന ചില രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ വർത്തമാനങ്ങൾ. എന്നാൽ ഇതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് പഴയ മുഖങ്ങളെയെല്ലാം ഒന്നൊന്നായി വെട്ടിയൊതുക്കിക്കൊണ്ട് പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയായിരുന്നു. KK ശൈലജ ടീച്ചറെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടായിരുന്നു പിണറായി വിജയന്റെ ഈ തീരുമാനം. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. KK ശൈലജ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ ഉണ്ടായ സാഹചര്യവും അതുതന്നെയാണ്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് തന്നെ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പിണറായി വിജയനും CPM-ഉം സംഘങ്ങളും. എന്നാൽ അങ്ങനെ വീണ്ടും CPM-ന് ഒരു മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയന് മുഖ്യമന്ത്രിയായി തുടരുവാൻ ഒരു തരത്തിലും സാധിക്കില്ല എന്നുള്ളതും കണക്കാക്കപ്പെട്ടിരിക്കുന്നു. CPM അണികൾക്കിടയിൽ തന്നെ CPM നേതാക്കൾക്കിടയിൽ തന്നെ അത്തരം അസ്വാരസ്യങ്ങൾ പുകയുന്നു. മാത്രമല്ല, പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ED, ആദായ നികുതി വകുപ്പ് എന്നിങ്ങനെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഗുരുതരമായ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരുപക്ഷെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന പദം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വീണ വിജയൻ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മകൾ അറസ്റ്റിലാവുകയാണെങ്കിൽ അതും അഴിമതി ആരോപണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകൾക്ക് ചില കമ്പനികളിൽ നിന്ന് വഴിവിട്ട സഹായം കിട്ടി എന്നുള്ള കേസാണ് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ വിജയൻ അറസ്റ്റിലാകുകയോ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ നടപടികൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് തൽസ്ഥാനത്ത് തുടരാൻ ആകില്ല എന്നുകൂടി നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പോലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് മത്സരത്തിൽ ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല എന്ന് തന്നെ പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ LDFന് ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ അവസരമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ശൈലജ ടീച്ചർ തന്നെയായിരിക്കും വരും കാലത്ത് മുഖ്യമന്ത്രിയാകുക എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശൈലജ ടീച്ചറെ ഏത് വിധേനയും ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം ശൈലജ ടീച്ചറിന് കൊടുത്തത്. എന്നാൽ ശൈലജ ടീച്ചർ വടകരയിൽ നിന്നും ജയിക്കുവാൻ പാടില്ല എന്നുള്ള ചില ഗൂഢനീക്കങ്ങളും ഇതിനു പുറകിലുണ്ടായിരുന്നു. അതേ തുടർന്ന് തന്നെയാണ് പാനൂരിൽ ഒരു ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവുമെല്ലാം ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശൈലജ ടീച്ചറെ ഏത് വിധേനയും വടകരയിൽ തോൽപ്പിക്കുവാൻ വേണ്ടി CPM-നകത്ത് നിന്ന് തന്നെ ഉണ്ടായ ചില കുതന്ത്രങ്ങളുടെ ഭാഗമായാണ് അവിടെ അപ്രതീക്ഷിതമായി ഒരു ബോംബ് നിർമ്മാണവും ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുവാനും മറ്റൊരാൾ അതീവ ഗുരുതര നിലയിലാകുവാനും മറ്റ് 3-4 പേർ കൈകാലുകൾ ഛേദിക്കപ്പെട്ട രീതിയിലുമെല്ലാം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയേണ്ട ഒരു നില സംജാതമായത്. ഇത് വടകരയിലെ ശൈലജ ടീച്ചറുടെ വിജയസാധ്യത ഏത് വിധേനയും കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആസൂത്രണം ചെയ്ത പരിപാടിയായിരുന്നു എന്നാണ് CPM-നകത്ത് നിന്ന് തന്നെ ഉയരുന്ന ചില പിന്നാമ്പുറ വർത്തമാനങ്ങൾ. ശൈലജ ടീച്ചർ ഏത് വിധേനയും അവിടെ തോൽപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ പുറകിലുള്ള വികാരം. എന്നാൽ പാനൂരിലെ ബോംബ് വിവാദം കൊഴുത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരുപക്ഷെ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കുമെല്ലാം അന്വേഷണം എത്തിയേക്കാം എന്നുള്ള അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളിൽ സംസ്ഥാന നേതൃത്വം പെട്ട് ഉഴലും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് CPM-ന് മറ്റുള്ള സ്ഥാനാർത്ഥികളെയും ബുദ്ധിമുട്ടിലാക്കും, വിജയസാധ്യതകളെ ഇല്ലാതാക്കും എന്ന് കണ്ടറിഞ്ഞതിനാൽ തന്നെയാണ് ശൈലജ ടീച്ചറെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു അശ്ലീല വിവാദം ഉണ്ടാക്കിയത്.
വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിൻ്റെ അറിവോടുകൂടി യൂത്ത് കോൺഗ്രസും ചില കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തന്നെയാണ് ശൈലജ ടീച്ചറിൻ്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രദർശിപ്പിച്ചത് എന്നാണ് ശൈലജ ടീച്ചർ ഒരു പ്രചരണ വേദിയിൽ പറഞ്ഞത്. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ തൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നു എന്ന് തന്നെയായിരുന്നു ശൈലജ ടീച്ചർ പരാതിപ്പെട്ടിരുന്നത്. ഈ പരാതി തന്നെയാണ് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുത്തിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അതീവ ഗുരുതരമായ രീതിയിൽ മാറുന്നു. യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും ശൈലജ ടീച്ചറിന്റെ അശ്ലീല വീഡിയോയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉയർത്തുന്നു. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണിച്ചില്ല, മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ല, സൈബർ സെല്ലിന് കൊടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശൈലജ ടീച്ചർ കുരങ്ങിന്റെ വാല് ആപ്പിൽപ്പെട്ടതുപോലെ തന്നെയായി. ഇതിൽ നിന്നും എങ്ങനെയും തടി ഊരിയെടുക്കുവാൻ വേണ്ടി ശൈലജ ടീച്ചർ പറഞ്ഞു, ഞാൻ ഒരിക്കലും വീഡിയോവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ടീച്ചർ വിസ്മരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. ഒടുവിൽ ശൈലജ ടീച്ചർ ഒരു വിധത്തിൽ തടിയൂരുകയായിരുന്നു. അങ്ങനെ ഒരു വീഡിയോവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിന്ന നിൽപ്പിൽ ടീച്ചർ മലക്കം മറിഞ്ഞു. പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഷാഫി പറമ്പിലിനും ഒരു ഉമ്മയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായ രീതിയിൽ ടീച്ചർ കരഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് ടീച്ചർ പറഞ്ഞത്, തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയുമായി ബന്ധപ്പെട്ട് ഞാൻ വലിയ യാത്രകളിലായിരുന്നു, പൊടിയും ചൂടും എല്ലാം സഹിക്കാതെ എനിക്ക് ജലദോഷമുണ്ടായിരുന്നു. അങ്ങനെ ജലദോഷം ഉണ്ടായ സമയത്തുണ്ടായ ഇൻ്റർവ്യൂവിലാണ് നിങ്ങൾ കരയുകയാണെന്ന് തെറ്റിദ്ധരിച്ചത്, ഞാൻ കരഞ്ഞിട്ടില്ല എന്നാണ് ടീച്ചർ മലക്കം പറഞ്ഞത്. എന്തായാലും ശൈലജ ടീച്ചർ 24 മണിക്കൂറിന് മുമ്പ് തൻ്റെ ആരോപണം പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ജോർജ് പൂന്തോട്ടം അസോസിയേറ്റ്സ് എന്ന വക്കീൽ മുഖേന ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏത് വിധേനയും തൻ്റെ ആരോപണങ്ങൾ, തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശൈലജ ടീച്ചർ പിൻവലിക്കുക, 24 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ടീച്ചർ വീഡിയോ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു, ഇപ്പോൾ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ പേരിൽ മുഴുവൻ പഴി കേൾക്കേണ്ടി വന്നത് ഞാൻ തന്നെയാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ എന്ന MLA-ക്കെതിരെയായിരുന്നു CPM സൈബർ സഖാക്കളുടെ ആരോപണങ്ങളും അവരുടെ തെറി അഭിഷേകവും കേട്ടത് ഞാൻ തന്നെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ MLA പറഞ്ഞത്. എന്തിന് എൻ്റെ ഉമ്മയെപ്പോലും അതിലേക്ക് വലിച്ചിഴച്ചു, ഷാഫി പറമ്പിലിനും ഒരു ഉമ്മയില്ലേ എന്നാണ് ശൈലജ ടീച്ചർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇതിന് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചത്. എനിക്ക് ഒരു ഉമ്മയുണ്ട്, പക്ഷേ എൻ്റെ ഉമ്മ കള്ളം പറയില്ല എന്നാണ് ശൈലജ ടീച്ചറിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതെന്ത് തന്നെയായാലും അശ്ലീല വീഡിയോകൾ നിർമ്മിച്ചതിന് പുറകിൽ ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസും VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയാണ് എന്നാണ് MP ഗോവിന്ദൻ പന്ന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം FB പേജിലൂടെ വന്നവരാണ്. അവർ ആ സംസ്കാരം മാത്രമേ കാണിക്കൂ എന്നുകൂടി MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ KK രമ MLA-ക്കും ആലത്തൂരിൽ MP ആയി മത്സരിക്കുന്ന ആലത്തൂരിലെ MP ആയ രമ്യ ഹരിദാസിനുമെതിരെ CPM സൈബർ പോരാളികളും CPM-ന്റെ നേതാക്കളുടെ മക്കളുമെല്ലാം ഇപ്പോഴും നിരന്തരമായി FB പേജുകളിലൂടെ നടത്തുന്ന അശ്ലീല വർഷങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ഇട്ടത്. തൻ്റെ FB പേജിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. CPM-ന്റെ നേതാക്കൾക്കോ CPM-ന്റെ മന്ത്രിമാർക്കോ ആർക്കെങ്കിലും രമ്യ ഹരിദാസിനെ കുറിച്ചും KK രമയെക്കുറിച്ചും CPM സൈബർ പോരാളികളും CPM-ന്റെ അനുഭാവികളും നേതാക്കളുമെല്ലാം അവരുടെ ഔദ്യോഗിക പേജുകളിൽ വന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പരസ്യമായി വായിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കൊരിക്കലും അതിന് സാധിക്കില്ല. അത്രത്തോളം മ്ലേച്ഛമായ സദാചാര വിരുദ്ധമായ ഭാഷയിലാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. അതാണ് ഇവരുടെ സംസ്കാരം. ഞങ്ങൾ ഒരിക്കലും ആരെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യുവാനോ അല്ലെങ്കിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് നഗ്നചിത്രങ്ങൾ ഉണ്ടാക്കുവാനോ ശ്രമിച്ചിട്ടില്ല എന്നുകൂടി തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തിരിച്ചടിച്ചു. വിവാദം കത്തിപ്പടർന്നതോടുകൂടി തൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ KK ശൈലജ മലക്കം പറഞ്ഞു. അതിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴും ആ വാള് ശൈലജ ടീച്ചറിൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ തൂങ്ങുന്നു. ഡെമോക്ലിസിൻ്റെ വാള് പോലെ ശൈലജ ടീച്ചറിൻ്റെ മുകളിൽ ഇപ്പോഴും ശൈലജ ടീച്ചർ പറഞ്ഞ വാക്കിൻ്റെ വാൾ തൂങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടകരയിൽ ശൈലജ ടീച്ചറിൻ്റെ വിജയസാധ്യതകൾ മങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരിറക്കിയ നാടകം മാത്രമാണ് ഇത് എന്നാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും പറഞ്ഞത്. എന്തായാലും പിണറായി വിജയൻ വളരെ ആസൂത്രിതമായി എന്ന രാഷ്ട്രീയ ചാണക്യൻ നടത്തിയ നാടകങ്ങൾ തന്നെയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന സംസാരം. ശൈലജ ടീച്ചർ എന്ന LDF-ലെ കരുത്തുറ്റ നേതാവിനെ ഏത് വിധേനയും ഒതുക്കുക, LDF-ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിസഭ രൂപീകരിക്കുവാൻ അവസരം കിട്ടുകയാണെങ്കിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകുന്നത് ഏത് വിധേനയും തടയുക, ഇത് തന്നെയാണ് വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുവാനും
അശ്ലീല വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുവാനും ഇടയായത്. ഇത് ശൈലജ ടീച്ചറിനെ കൊണ്ട് തന്നെ പിണറായി വിജയൻ പറയിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വടകരയിലെ ശൈലജ ടീച്ചറിന്റെ വിജയ സാധ്യതകൾ ഇല്ലാതാക്കുവാൻ വേണ്ടി പാനൂരിൽ ഒരു ബോംബ് നിർമ്മാണം നടക്കുന്നു. ബോംബ് പൊട്ടിത്തെറിച്ചൊരാൾ മരിക്കുന്നു. വീണ്ടും ആ ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവും എല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി കളയാൻ വേണ്ടി ശൈലജ ടീച്ചറിനെ കൊണ്ട് തന്നെ ഒരു അശ്ലീല വിവാദം പുറപ്പെടുവിക്കുന്നു. ആ അശ്ലീല വിവാദവും ബോംബ് സ്ഫോടനവും എല്ലാം CPM-ന്റെ പ്രതിച്ഛായ തകർക്കുന്നു. ശൈലജ ടീച്ചറിന്റെ വിജയ സാധ്യതകൾ വടകരയിൽ മങ്ങുന്നു. ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പ്രവണതയാണ്. ഈ പ്രവണതയ്ക്ക് ചാണക്യനായി നിന്നുകൊണ്ട് ചാണക്യ തന്ത്രങ്ങൾ അത്രയും മെനഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ. എന്തായാലും പിണറായി വിജയൻ അക്കാര്യത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നു. വടകരയിൽ ശൈലജ ടീച്ചറിന്റെ വിജയ സാധ്യതകൾ മങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.